ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരും സ്കോർ എല്ലോ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ് ആണെന്ന്. ഇന്ന് ഹിസ്റ്ററിയുടെ 2ാമത്തെ സെഷനായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നിലുള്ള സെഷൻസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഈ സീരീസ് ഒട്ടനവധി സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സീരീസാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലും പിന്നീട് ആസിഫ് സാറും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, നമ്മുടെ റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സീരീസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ടോപ്പിക്സ് എവിടെയെങ്കിലും പറക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത് അതിനെ റിവൈസ് ചെയ്യുന്ന ഭാഗത്തിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് നൽകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സ്കോർ ടീമിൻ്റെയും ഒപ്പീനിയൻ അത് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സീരീസുമായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസും അതിൻ്റെ വർഷങ്ങൾ, അതിന് നടന്ന സ്ഥലങ്ങൾ, അതിൻ്റെ പ്രസിഡന്റ്, ഇല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എവിടെയാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് SSC, PSC, RRB തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സീരീസിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീരീസിൽ ഈ വീഡിയോയാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ഈ സീരീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത്. നമ്മൾ INC സെഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ തരുന്നുണ്ടായിരിക്കും. നമ്മൾ ടൈമർ ഓൺ ചെയ്യുന്നുണ്ടായിരിക്കും. 7 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ഈ 10 മിനിറ്റ് ചോദ്യം ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല കുട്ടികൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻസിനെ പറ്റി കാര്യമായിട്ടുള്ള ഒരു അറിവുണ്ടാവണമെന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ മറന്നുപോയവരായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഈ സെഷൻ അല്ലെങ്കിൽ ഈ ഒരു 7 മിനിറ്റ് കൊണ്ട് ഈ 10 ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ നമ്മൾ പല കുറുക്കു വഴികൾ ഉപയോഗിക്കും. പല രീതിയിലുള്ള ചിന്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മനോഭാവത്തിലൂടെയും ഒരു ഉദ്യോഗാർത്ഥിയുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ സീരീസിനകത്തോടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷനെ പറ്റിയിട്ട് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങളുടെ മെമ്മറിയെ ഒന്ന് പൊടി തട്ടിയെടുക്കും. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ ഈ 10 ചോദ്യങ്ങളെ 7 മിനിറ്റ് കൊണ്ട് അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വിശകലനം നടത്തിക്കൊണ്ട് നമ്മുടെ സീരീസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എവിടെ തെറ്റുകൾ പറ്റി, എവിടെ പറ്റിയ തെറ്റുകൾ നമുക്ക് തിരുത്താമായിരുന്നു, ഏത് തെറ്റുകളാണ് അബദ്ധമായി പോയത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതെല്ലാം നമ്മൾ ഈ സീരീസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കേവലം നിങ്ങളെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പഠിപ്പിച്ചു തരിക എന്നുള്ളത് മാത്രമല്ല, എക്സാമിനേഷൻ ഹാളിൽ ഒരു ചോദ്യത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിലയിരുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സീരീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ടൈമർ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമർ നമ്മളിവിടെ കൊണ്ടുവയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ടൈം സെറ്റ് ചെയ്യുന്നു. 7 മിനിറ്റ് ആണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ ഇതിൻ്റെ ആൻസർ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വരാജ് വാസ് ദ ഗോൾ ഓഫ് ഇന്ത്യസ് പൊളിറ്റിക്കൽ എഫേർട്ട്. ദിസ് ഗോൾ വാസ് അനൗൺസ്ഡ് ബൈ ദാദാബായ് നവറോജി അറ്റ് ഡാഷ്. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ എഫേർട്ടുകളുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് അനൗൺസ് ചെയ്ത് ദാദാബായ് നവറോജിയാണ്. ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് നോക്കി. ലാഹോർ സെഷൻ 1885. ഇത് തെറ്റാണ്. കാരണം എന്താ, 1885 കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത്. അത് ബോംബെയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സെഷൻ ദാദാബായ് നവറോജിയാണ് പ്രിസൈഡ് ചെയ്തത്. അത് കൽക്കട്ടയിൽ വെച്ചിട്ടാണെന്ന് എനിക്കറിയാം. 906 സമ്മേളനം ദാദാബായ് നവറോജിയാണ്. അതും കൽക്കട്ടയിൽ വെച്ചിട്ടാണെന്ന് എനിക്കറിയാം.
ബി ബോംബെ സമ്മേളനം എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എലിമിനേറ്റ് ചെയ്തു. ബാക്കി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ നോക്കിയപ്പോൾ കൽക്കട്ട സെഷൻ 906 നമ്മുടെ സ്വദേശി മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ആ സമയത്ത് ഇറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സി ഓപ്ഷൻ എടുക്കുന്നു. അടുത്ത ചോദ്യം, ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടാമത്. ഏത് സെഷനിൽ? ത്രിപുരി സെഷനിൽ 1939 ആരെ തോൽപ്പിച്ചുകൊണ്ട്? ഗാന്ധിജിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണോ? അറിയില്ല. പട്ടാഭി സീതാരാമയ്യ എനിക്ക് ഓർമ്മയില്ല. സർദാർ വല്ലഭായ് പട്ടേൽ എന്തായാലും അല്ല എന്ന് എനിക്കറിയാം. കാരണം പട്ടേൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിച്ചു കാണിരിക്കും. കാരണം പട്ടേൽ അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. എസ് രാധാകൃഷ്ണനാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ പിന്നെ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയും എസ് രാധാകൃഷ്ണനും നമ്മൾ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ പഠിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആവാനുള്ള സാധ്യതയും ഇല്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഓപ്ഷൻ ബി എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. നാലാമത്തെ ചോദ്യം, 1885 കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത് ആര്? അപ്പോൾ എനിക്ക് മൗലാന അബുൽ കലാം ആസാദിനെയും ജോർജ് യൂളിനെയും ഞാൻ വെട്ടി. ആലൻ ഒക്ടേവിയൻ ഹ്യൂമും WC ബാനർജിയും. WC ബാനർജി ഫസ്റ്റ് INC പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വെട്ടിക്കൊണ്ട് ഞാൻ ഓപ്ഷൻ എയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അത് നമുക്കറിയാം, വോമേഷ് ചന്ദ്ര ബാനർജി ആണ്. അവിടെ വേറെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് പോരാ എന്നർത്ഥം അല്ലേ? അഞ്ചാമത്തെ ചോദ്യം എനിക്ക് കിട്ടി. ആറാമത്തെ ചോദ്യം, ഹു വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ വെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ്? ലോർഡ് റിപ്പൺ. എനിക്ക് സംശയമുണ്ട്, ഞാൻ അവിടെ വെച്ചു. ലോർഡ് ലോറൻസ് അല്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ കേട്ടിട്ടില്ല ഈ ലോർഡ് ലോറൻസ് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യം ചെയ്തതായിട്ട് ഞാൻ പഠിച്ചിട്ടുമില്ല. ലോർഡ് ഡഫ്രിൻ ഞാൻ കേട്ട് പരിചയമുണ്ട്, ഞാൻ അവിടെ വെച്ചു. ലോർഡ് കാനിങ് അല്ല എന്ന് എനിക്കറിയാം. കാരണം 1857 ശിപ്പായിലാൾ നടക്കുന്ന സമയത്ത് അദ്ദേഹമാണ്. ഇനി എ ഓർ ബി രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുന്നിലുള്ളത്. ലോർഡ് റിപ്പണിനെ പറ്റിയിട്ട് ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട്, ലോർഡ് ഡഫ്രിനെ പറ്റിയിട്ട് ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്നുള്ളത് ഓർമ്മ വരുന്നില്ല. റിവൈസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. എനിക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടും കൽപ്പിച്ച് ലോർഡ് റിപ്പണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ്. ഓപ്ഷൻ എ അല്ലേ? അടുത്ത ഏഴാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഏത് സമ്മേളനമാണ് പ്രിസൈഡ് ചെയ്തത്? കാൺപൂർ, മദ്രാസ്, കറാച്ചി, ബെൽഗാവ്. മഹാത്മാഗാന്ധി ഒരു സമ്മേളനം പ്രിസൈഡ് ചെയ്തിട്ടുള്ളൂ, അത് ബെൽഗാവ് ആണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്ര എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ 7A ആയിട്ട് കുത്തി. 8, ഇൻ ദ ഇയർ 1937 ദ കോൺഗ്രസ് സെഷൻ വാസ് ഹെൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ വില്ലേജ് അറ്റ്. എവിടെ വെച്ചിട്ടാണ് കോൺഗ്രസ് സമ്മേളനം നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1937. ഒരു ഐഡിയ ഇല്ല. 1937 ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്നു എന്നാണ് പറയുന്നത്. അത് ഏത് ഗ്രാമമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായിച്ചതായിട്ട് എൻ്റെ അറിവിലുമില്ല. ഞാൻ എന്ത് ചെയ്തു, 4 ഓപ്ഷൻസ് ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ക്വസ്റ്റിനെ ലീവ് ചെയ്തു. റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഡിഡ് നോട്ട് എവർ പ്രിസൈഡ് ഓവർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് പ്രസിഡന്റ്? അപ്പോൾ ഡിഡ് നോട്ട് ആണ്, പ്രിസൈഡ് ചെയ്യാത്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാദാഭായ് നവറോജി പ്രിസൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഈ ടെസ്റ്റിനകത്ത് തന്നെ കണ്ടതാണ്. സരോജിനി നായിഡുവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, INC സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രനാഥ് ബാനർജി പ്രിസൈഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ സുരേന്ദ്രനാഥ് ബാനർജി ഒരു മുൻകാല രാഷ്ട്രീയക്കാരനായിരുന്നുവെന്നും ഈ പറഞ്ഞ ദാദാഭായ് നവറോജിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വക്താവായിരുന്നു എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നുള്ളൊരു ഓർമ്മ, അല്ലെങ്കിൽ എവിടെയോ വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ബാനർജി ആവാം, അദ്ദേഹം പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അംബേദ്കർ എടുത്ത് നോക്കുക. അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസുമായിട്ട് നിരന്തരമായിട്ട് കലാപങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഏറ്റവും കൂടുതൽ ലോജിക്കലായിട്ട് ആരുടെ കൂടെ പോകുന്നതാണ് നല്ലത്? അംബേദ്കറിൻ്റെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഓപ്ഷൻ ബി കുത്തുന്നു. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻസ് വാസ് ദ നാഷണൽ ആന്തം സങ് ഫോർ ദ ഫസ്റ്റ് ടൈം? അപ്പോൾ നാഷണൽ ആന്തം ഏറ്റവും ആദ്യം ചൊല്ലിയത് ഏത് സെഷൻ വെച്ചിട്ടാണെന്നാണ് നോക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് നോക്കി. 1911 കൽക്കട്ട, ഒരു ഐഡിയ ഇല്ല. 1907 സൂരറ്റ്, ഇവിടെ വെച്ചിട്ടാണ് സൂരറ്റ് സ്പ്ലിറ്റ് നടന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ നോക്കി. ലക്നൗ 16, അപ്പോൾ ഇത് അല്ല, അങ്ങനെ ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിരിക്കും. 1914 ലക്നൗ സെഷനിൽ ലക്നൗ പാക്ട് നടന്നിരിക്കുന്നത് എവിടെയാണ്? ഇവിടെ വെച്ചിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കേട്ടിരിക്കും. 1917 കൊൽക്കട്ട സെഷൻ. 1917 കൊൽക്കട്ട സെഷനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. 1917 സെഷനിലാണ് ആനി ബസന്റ് പ്രിസൈഡ് ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ വെച്ചിട്ടാണെങ്കിലും ഞാനത് എന്ത് ചെയ്യും, കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിച്ചം വരുന്ന സെഷൻ ഏതാണ്? 1911 കൊൽക്കട്ട സെഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റിസ്ക് എടുത്തുകൊണ്ട് ഓപ്ഷൻ എ കുത്താൻ തീരുമാനിക്കുന്നു. ആൻഡ് അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണെന്ന് എനിക്കറിയാം. കാരണം ബിയും സിയും അല്ല,
എ ഓർ ഡി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനിലേക്ക് ഞാൻ എത്തുന്നു. ഡിയിൽ എനിക്ക് അറിയാവുന്ന ആനി ബെസന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം മാത്രമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ അത് വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഓപ്ഷൻ എയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഈ രീതിയിൽ ഞാൻ 10 ചോദ്യങ്ങളെയും ചെയ്യുന്നു. എൻ്റെ ടെസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഈ ടെസ്റ്റുകൾ നിങ്ങളും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് പല ക്വസ്റ്റ്യൻസും കാണുമ്പോൾ അറിയാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും, കൺഫ്യൂഷൻസ് വരും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇതിൽ ഏത് എടുക്കണം, ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻ്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ചോദ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് നമ്മൾ ഈ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉത്തരക്കടലാസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒന്ന് മാറ്റി സ്ഥാപിക്കാം. ഓക്കെ, നമുക്ക് ഈ ഉത്തരക്കടലാസിനെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു പാഠഭാഗത്തെ എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം, ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ഉത്തരക്കടലാസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ പാളിച്ചകൾ പറ്റി എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും നോക്കി വെക്കേണ്ട, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട ഒരു ഇമേജ് ആണ് ഈ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻസ് 1885 മുതൽ 1947 വരെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴ്നാട് SCERT ബുക്കിൽ TN SCERT ബുക്കിനകത്തുള്ളതാണ്. +1 +2 ബുക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററിയുടെ ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഈ ഇമേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ ഓറഞ്ച് കളറിൽ കാണുന്ന 4 സമ്മേളനങ്ങൾ നിങ്ങൾ കണ്ടോ? 923 ഡൽഹിയിൽ ഒരു സമ്മേളനം സ്പെഷ്യൽ, കൽക്കട്ടയിൽ 920 ഒരു സമ്മേളനം, 918 ബോംബെ ഒരു സമ്മേളനം, 942 വീണ്ടും ബോംബെയിൽ ഒരു സമ്മേളനം. 4 സ്പെഷ്യൽ സമ്മേളനങ്ങൾ. അപ്പോൾ സ്പെഷ്യൽ സമ്മേളനങ്ങൾ 4, അത് മാറ്റിവെക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെയും ഒക്കേഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. 18, 20, 20 നിങ്ങൾക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഓരോ സമ്മേളനങ്ങളും ഉണ്ടായതിൻ്റെ പിന്നിലെ പ്രത്യേക സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് കൂടെ ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് വിശകലനം ചെയ്യുക. മാറ്റിവെച്ചു. ഒന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായി. 2, ഒറ്റപ്പെട്ട സമ്മേളനങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളൊന്ന് തിരഞ്ഞുപിടിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയാം ബെൽഗാം 924 കർണാടകയിലെ ബെൽഗാമിലും വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെയാണ് ഗാന്ധി ഏറ്റവും ആദ്യം സമ്മേളനം പ്രസൈഡ് ചെയ്തത്. കാക്കിനാട സമ്മേളനം PSC പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാക്കിനാട സമ്മേളനത്തിന്റെ പ്രത്യേകത അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. 923 കാക്കിനാട സമ്മേളനം. ഹരിപുര ത്രിപുരി സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് പ്രസൈഡ് ചെയ്തിട്ടുള്ള സമ്മേളനമാണ്. ഫൈസ്പൂർ സമ്മേളനം ഒരു ഗ്രാമത്തിൽ ഏറ്റവും ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഫൈസ്പൂർ വെച്ചിട്ടാണ് അല്ലെ. സൂററ്റ് സമ്മേളനം, സൂററ്റ് വിഭജനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കറാച്ചി സമ്മേളനം പഠിച്ചിരിക്കാൻ എളുപ്പമാണ്. കറാച്ചിയിൽ 2 സമ്മേളനമേ നടന്നിട്ടുള്ളൂ, 31-ലും 13-ലും. തിരിച്ചിട്ടാൽ മതി, 13 തിരിച്ചിട്ടാൽ 31. ഓക്കെ, ഇനി ലാഹോർ സമ്മേളനങ്ങൾ നമുക്കറിയാം. അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്താണ് 919. ആ കൂട്ടക്കൊലയോടനുബന്ധിച്ചാണ് അവിടെ സമ്മേളനം നടക്കുന്നത് 919. ഓക്കെ, മീരറ്റ് സമ്മേളനം 946. മീരറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം JB കൃപലാനി പ്രസൈഡ് ചെയ്തിട്ടുള്ള മീരറ്റ് സമ്മേളനമാണ്. ഇനി ഗുവാഹട്ടിയിൽ 926 ഒരു സമ്മേളനം നടന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഗയ സമ്മേളനം 922. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബനാറസ് സമ്മേളനം 905. ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നത്, എൻഡോഴ്സ് ചെയ്യുന്നത്. സ്വദേശി പ്രസ്ഥാനം തുടങ്ങുന്നത് ബനാറസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കാൺപൂർ സമ്മേളനം 925. കാൺപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആര് പ്രിസൈഡ് ചെയ്യുന്നത്? സരോജിനി നായിഡു പ്രിസൈഡ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ വനിത പ്രിസൈഡ് ചെയ്ത സമ്മേളനമാണ് 925 കാൺപൂർ സമ്മേളനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ ഒറ്റ മാപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒട്ടനവധി ഡയമെൻഷൻസ്, ഒട്ടനവധി ഫാക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാപ്പ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൻഡ് തൊട്ടടുത്ത് കിടക്കുന്ന ബോക്സ് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സേഫ്റ്റി വാൽവ് തിയറി. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഏതാനും കോൺസ്പിറസീസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സിദ്ധാന്തം കൊണ്ടത് മറ്റാരുമല്ല, ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹം പറയുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ഒരു സേഫ്റ്റി വാൽവ് ആയിട്ടാണ്. എന്തിന്റെ സേഫ്റ്റി വാൽവ്? എന്തിനാണ് സേഫ്റ്റി വാൽവ്? ഒരു പ്രഷർ കുക്കറിനകത്ത് നമ്മൾ ഒരു അരിയാഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം വെച്ച് എന്ത് ചെയ്യുന്നു, തിളപ്പിക്കുമ്പോൾ അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, മർദ്ദം കൂടി വരുന്നു. മർദ്ദം കൂടി വന്ന കുക്കർ പൊട്ടിത്തെറിക്കാറാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സേഫ്റ്റി വാൽവ് ഒന്ന് തുറന്ന് അതിനകത്തു നിന്നുള്ള മർദ്ദം എന്ത് ചെയ്യുന്നു, ഒന്ന് റിലീസ് ചെയ്യുന്നു. അതേപോലെ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് രോഷം കൊണ്ട് നിൽക്കുന്ന ജനത അവരെന്ത് ചെയ്യുന്നു, ബ്രിട്ടൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഒരു സേഫ്റ്റി വാൽവായിട്ട്, ജനരോഷം കൺട്രോൾ ചെയ്യുന്ന ഒരു സേഫ്റ്റി വാൽവായിട്ട് ആര് നിലകൊള്ളുന്നു എന്ന് പറയുന്നു? INC നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു. ആര്? ലാലാ ലജ്പത് റായ്.
ആർ പി ദത്ത് കൊണ്ടുവന്ന മറ്റൊരു സിദ്ധാന്തമാണ് കോൺസ്പിറസി തിയറി. അപ്പൊ ആരാണ് ആർ പി ദത്ത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 4ാമത്തെ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിയാണ്. ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4ാമത്തെ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. നമ്മുടെ PC റായി ആയിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ആയിട്ട് വളരെയധികം ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ആർ പി ദത്ത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, അമ്മ ഒരു സ്വീഡിഷ് സിറ്റിസൺ ആണ്. അമ്മയുടെ ഈ പറഞ്ഞ പോലെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പിന്നീട് സ്വീഡനിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആർ പി ദത്ത്. ബ്രിട്ടീഷ് പൗരനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്പിറസി തിയറി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോൺഗ്രസ് രൂപീകരിച്ചതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ട്, ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഒരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി, സേഫ്റ്റി വാൽവ് പോലെ തന്നെ ലൈറ്റ്നിങ് കണ്ടക്ടറിന് വേണ്ടിയിട്ട് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ആ മിന്നലിന്റെ ആഘാതം കെട്ടിടത്തിൽ ഏർപ്പെടാതെ അല്ലെങ്കിൽ കെട്ടിടത്തിന് ഉണ്ടാവാതെ തടയിടുന്നതിന് വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള ലൈറ്റ്നിങ് കണ്ടക്ടർ അല്ലെ, അതേപോലെ ഒരു സംഘടനയാണ് INC എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഈ 3 സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. മാപ്പ് നിങ്ങൾ പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഓരോരോ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലേക്ക് കടക്കാം. ഞാൻ അതൊരു ടേബിൾ ഫോർമാറ്റിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. 1ാമത്തെ സമ്മേളനം നടക്കുന്നത് 885 ബോംബെയിൽ വെച്ച് WC ബാനർജിയാണ് അത് പ്രിസൈഡ് ചെയ്യുന്നത്. 1ാമത്തെ സമ്മേളനമാണ് അതിന്റെ പ്രത്യേകത. INC ഫോം ചെയ്യുന്നു. 72 ഡെലിഗേറ്റ്സ്. ഈ നമ്പർ പലപ്പോഴും PSCയിൽ ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ SSCക്ക് RRBക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എത്ര ഡെലിഗേറ്റ്സ് ആണ് 1ാമത്തെ സമ്മേളനത്തിനകത്ത് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ 72 പേര്. ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് അത് പ്രിസൈഡ് ചെയ്തത്. അന്നത്തെ സെക്രട്ടറി ആയിട്ട് വർത്തിച്ചത് ആരാണ്? AO ഹ്യൂം അല്ലെ, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് റിട്ടയർഡ് സിവിൽ സർവന്റ് ആണ്. അന്നത്തെ കോൺഗ്രസിന്റെ ഫൗണ്ടറായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തി. അദ്ദേഹമാണ് അതിന്റെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്തത്. തൊട്ടടുത്ത വർഷം 886 നമ്മൾ ചോദ്യത്തിനകത്ത് കണ്ടിട്ടുള്ള ദാദാഭായ് നവറോജി എന്ത് ചെയ്യുന്നു, കൽക്കട്ടയിൽ വെച്ച് 2ാമത്തെ സമ്മേളനത്തിന് പ്രിസൈഡ് ചെയ്യുന്നു. അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ പാർസി പ്രസിഡന്റ്. 87 മദ്രാസിൽ വെച്ച് ബദ്രുദ്ദീൻ ത്യാബ്ജി, അപ്പൊ 3 പ്രസിഡൻസീസ് കവർ ചെയ്തു. ബോംബെയിൽ പോയി, കൽക്കട്ടയിൽ പോയി, മദ്രാസിലേക്ക് തിരിച്ചു വന്നു. ബദ്രുദ്ദീൻ ത്യാബ്ജി 1ാമത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിട്ട് മാറുന്നു. 901 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഒട്ടുമിക്ക റാങ്ക് ഫയലുകളും കാണാത്ത അല്ലെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ 901 സമ്മേളനം. ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കുന്നവന് ഒരു റാങ്ക് കിട്ടാനുള്ള വകുപ്പ് അവിടെയുണ്ട്. 901 കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ദിൻ ഷാ എദുൽജി വാച്ച എന്ന് പറയുന്ന ഒരു പാർസി നേതാവ്, നമ്മൾ നേരത്തെ പറഞ്ഞ 72 ഡെലിഗേറ്റ്സ് 885 കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 72 പേരിൽ ഒരു അംഗമായിരുന്നു ദിൻ ഷാ എദുൽജി വാച്ച എന്ന് പറയുന്ന പാർസി നേതാവ്. അദ്ദേഹം പ്രിസൈഡ് ചെയ്യുന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഗാന്ധി ഏറ്റവും ആദ്യം ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഗാന്ധി പങ്കെടുത്ത ഏറ്റവും ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 901 ബോംബെ സമ്മേളനമാണ്. അത് പ്രിസൈഡ് ചെയ്ത വ്യക്തിയുടെ പേര് ദിൻ ഷാ എദുൽജി വാച്ച. ഓക്കെ, അദ്ദേഹം ഒരു പാർസി നേതാവായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ 905 ബനാറസ് സമ്മേളനം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, സ്വദേശി പ്രസ്ഥാനം തുടങ്ങി വെച്ച 905 ബനാറസ് സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനം തുടങ്ങി വെക്കാനായിട്ടുള്ള കാരണം? ബംഗാൾ വിഭജനം അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തൊട്ടടുത്ത വർഷം 906 കൽക്കട്ടയിൽ വെച്ചുകൊണ്ട് വീണ്ടും, അപ്പൊ 2ാമത്തെ കൽക്കട്ട സെഷനാണ് ദാദാഭായ് നവറോജി. നമ്മൾ നേരത്തെ ചോദ്യത്തിനകത്ത് കണ്ടതാണ്. 86 906 ദാദാഭായ് നവറോജി വീണ്ടും പ്രിസൈഡ് ചെയ്യുന്നു. സ്പ്ലിറ്റ് അവാർഡ് ചെയ്യുന്നു. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ആര് തമ്മിലുള്ള വിഭജനം? കോൺഗ്രസിനകത്തുള്ള മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന 2 ചിന്താധാരകളിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ തമ്മിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അന്നത്തെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ദാദാഭായ് നവറോജിക്ക് സാധിക്കുന്നു. അങ്ങനെ ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദാദാഭായ് നവറോജി പറയുന്നത് സ്വരാജ് ആസ് എ പൊളിറ്റിക്കൽ ഗോൾ, ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് സ്വരാജിനെ മാറ്റുന്നു. അപ്പോൾ പേടിക്കണ്ട, സ്വരാജ് എന്ന് പറയുമ്പോൾ 929 ലാഹോർ സെഷനിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള പൂർണ്ണ സ്വരാജിനകത്ത് പറയുന്ന ഒരു സ്വരാജിന്റെ സങ്കല്പമല്ല ദാദാഭായ് നവറോജിയോ അന്നത്തെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വരാജ് എന്ന് പറയുന്ന ആശയം. ഈ സ്വരാജ് ദാദാഭായ് നവറോജി ഉൾപ്പെടെയുള്ള അന്നത്തെ മുഖ്യധാര മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വരാജ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് സ്വയംഭരണാവകാശമാണ്. ഓട്ടോണമി ലഭിക്കണം, പുത്രികാ സ്ഥാനമെങ്കിലും നൽകി ഞങ്ങളെ പരിഗണിക്കണം എന്നുള്ള ഒരു അവകാശമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദാദാഭായ് നവറോജിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നെഹ്റു പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങൾക്ക് പുത്രിയാവണ്ട, നിങ്ങളുടെ ഈ പറയുന്ന മക്കത്തായോ മരുമക്കത്തായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളതായിരുന്നു ആരുടെ നിലപാട്? കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാട്. അതാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനും 906 ഈ സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 907 സൂററ്റിൽ വെച്ചിട്ടാണ് രാഷ് ബിഹാരി ഘോഷ്
പ്രിസൈഡ് ചെയ്യുന്ന സമ്മേളനത്തിൽ സൂററ്റ് വിഭജനം നടക്കുന്നത്. കോൺഗ്രസ് 2 ചേരികളായിട്ട് തിരിയുന്നു. ലാലാ ലജ്പത് റായിയും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലിനെ പോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദ ചിന്തകൾ ഉണ്ടായിരുന്ന ആളുകളായിട്ടും മോഡറേറ്റ്സ് ആയിട്ടും മിതവാദികളായിട്ടും എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സമയത്ത് പ്രിസൈഡ് ചെയ്ത വ്യക്തിയാണ് രാഷ് ബിഹാരി ഘോഷ്. ഈ പേരിനോട് സാദൃശ്യമുള്ള മറ്റൊരു വ്യക്തി കൂടെ നമ്മുടെ ചരിത്രത്തിൽ പഠിക്കും. അതാരാണ്? രാഷ് ബിഹാരി ബോസ്. ഇത് ഘോഷ്, മറ്റേത് ബോസ്. രാഷ് ബിഹാരി ഘോസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ വക്താവായിരുന്നു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതിയും കൂടെയായിരുന്നു. ഇത് രണ്ടും എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് പറയണം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം, അറിയാവുന്ന കുട്ടികൾ കേട്ടോ. 911 മറ്റൊരു പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുന്നത്. അത് കൽക്കട്ടയിൽ വെച്ച് തന്നെയാണ്. അതിന്റെ പ്രിസൈഡ് ചെയ്ത വ്യക്തിയുടെ പേര് ബി എൻ ധർ എന്ന് പറയുന്ന ഒരു കശ്മീരിയാണ്. അദ്ദേഹമാണ് അത് പ്രിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ജനഗണമന എന്ന് പറയുന്ന ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് പിന്നീട് മാറിയിട്ടുള്ള ആ ഒരു ആന്തം എന്ത് ചെയ്യുന്നത്, ഏറ്റവും ആദ്യം റിസൈറ്റ് ചെയ്യുന്നത് 911 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 911 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡൽഹി ദർബാർ ഉൾപ്പെടെയുള്ള ബംഗാൾ വിഭജനത്തെ അനൾമെന്റ് നടത്തിക്കൊണ്ടുള്ള, വിഭജനത്തെ അസാധുവാക്കിക്കൊണ്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുള്ള, രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമാണ് 911. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 915 ബോംബെയിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനം. SP സിൻഹ എന്ത് ചെയ്യുന്നു, പ്രിസൈഡ് ചെയ്യുന്നു. SP സിൻഹ ആരെയാണ്? ഇന്ത്യ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്ത് അംഗമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരനാണ് SP സിൻഹ. ഏത് നിയമപ്രകാരമാണ്? 909 ഗവൺമെന്റ് ഓഫ് മിന്റോ മോർലി റിഫോംസിലൂടെയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്ത് അംഗമാവുന്നത്. SP സിൻഹ ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഓക്കെ, അപ്പോൾ SP സിൻഹ പ്രിസൈഡ് ചെയ്യുന്ന 915 ബോംബെ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 907 കോൺഗ്രസിൽ നിന്നും വേർപെട്ടു പോയ ഈ പറയുന്ന തീവ്രവാദം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഒരു തീവ്രവാദം എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കരുത്. എക്സ്ട്രീമിസ്റ്റ് ചിന്ത എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവത്തിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ തീവ്രവാദം എന്നുള്ളത് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഫാക്ഷനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനായിട്ട് 915 തീരുമാനിക്കുകയാണ്. 16 ലക്നൗ സെഷൻ AC മജുംദാർ, അവിടെ വെച്ചാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കൈകോർക്കുന്നതും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് റീയൂണിയൻ കംപ്ലീറ്റ് ആവുന്നതും 16 സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ആൻഡ് 16 സമ്മേളനത്തിനകത്ത് ആര് പങ്കെടുക്കുന്നുണ്ട്? നമ്മുടെ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചമ്പാരനിലെ കർഷകരുടെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഗാന്ധിയുടെ അടുത്ത് പറയുന്നു. പിന്നീട് 917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ 16 എന്ന് പറയുന്ന സമ്മേളനം ഒരുപാട് അർത്ഥത്തിൽ ഗാന്ധിക്ക് വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. 15 ഗാന്ധി എന്ത് ചെയ്യുന്നു, സൗത്ത് ആഫ്രിക്കയിലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു. 16 ലക്നൗ പാക്ട് ഒപ്പുവെക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് തമ്മിലുള്ള പ്രശ്നം തീരുന്നു. അവിടെയാണ് ഗാന്ധിയുടെ രംഗപ്രവേശനം. അപ്പോൾ ഗാന്ധി വരുന്ന സമയത്ത് വലിയ കലാപങ്ങളില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുമായിട്ട് ജനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം ആ സമയത്തായിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, 17 ആനി ബസന്റ് കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആനി ബസന്റ് പ്രിസൈഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ തിയോസഫിക്കൽ മൂവ്മെന്റിന്റെ വക്താവായിരുന്നു ആനി ബസന്റ്. ഇന്ത്യയിലെ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന്റെയും വക്താവായിരുന്നു ആനി ബസന്റ് എന്ന് പറയുന്നത്. 920 കൽക്കട്ട സെഷൻ സ്പെഷ്യൽ സമ്മേളനമാണ്. ലാലാ ലജ്പത് റായി ആണ് പ്രിസൈഡ് ചെയ്തത്. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ എൻഡോഴ്സ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും അതിന് മുന്നേ നടന്നിട്ടുള്ള റൗലത്ത് ആക്ടും അതിന് മുന്നേ വന്നിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും അല്ലെ, അത്തരത്തിലുള്ള നിയമങ്ങൾ, അതിന് മുന്നേ ഉള്ള ഓഗസ്റ്റ് ഡിക്ലറേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് 920 എന്ത് ചെയ്യുന്നത്, ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ലാലാ ലജ്പത് റായി പ്രിസൈഡ് ചെയ്തുകൊണ്ടുള്ള കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുള്ള പ്രത്യേക സമ്മേളനം, പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ വെച്ചിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാനായിട്ട് എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് തീരുമാനിക്കുന്നു. 920 വെച്ച് തന്നെ നാഗ്പൂരിൽ വെച്ചിട്ടാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. C വിജയരാഘവാചാര്യാണ് എന്ത് ചെയ്യുന്നത്, അതിന് നേതൃത്വം കൊടുത്തത്. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലൊരു നിസ്സഹകരണ പ്രസ്ഥാനം, അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പുറകെ ഒന്നും പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജിന്ന എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് വിട്ടുപോകുന്നു. തേജ് ബഹദൂർ സപ്രു, ആനി ബസന്റ്, അങ്ങനെയുള്ള പല നേതാക്കളും, SP സിൻഹ ഉൾപ്പെടെയുള്ള പലരും എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് വിട്ടുപോകുന്നുണ്ട്. ഇതെല്ലാം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് ആണ്. ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമരമാർഗങ്ങളാണ്. അത്തരത്തിലുള്ള സമരമാർഗങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് വിട്ടുപോകുന്നുണ്ട്. ആൻഡ് ഇവിടെ വെച്ചുകൊണ്ട്
ഭാഷയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് വർക്കിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് 1920 നാഗ്പൂർ സെഷൻ തീരുമാനിക്കുന്നു. 1922 ഗയ സെഷൻ CR ദാസ് ആണ് പ്രിസൈഡ് ചെയ്യുന്നത്. ചിത്തരഞ്ജൻ ദാസ് എന്ന് വിളിക്കുന്ന CR ദാസ് ആണ് പ്രിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം 1922 ഗയ സെഷനിൽ വെച്ചിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് CR ദാസ്. CR ദാസ് പ്രിസൈഡ് ചെയ്ത ആ സമ്മേളനത്തിൽ വെച്ചിട്ട് തന്നെയാണ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. എന്താണ് അതിന് പിന്നിലുണ്ടായിട്ടുള്ള കാരണം? 20 തുടങ്ങിയ നിസ്സഹകരണ പ്രസ്ഥാനം 22 മാർച്ചിൽ വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. കാരണമായത് ചൗരി ചൗര ഇൻസിഡന്റ് അല്ലെ. ചൗരി ചൗര ഇൻസിഡന്റിൽ ആ പോലീസ് സ്റ്റേഷനകത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ഗാന്ധി പറയുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം ഞാൻ എന്ത് ചെയ്യുന്നു, കോൾ ഓഫ് ചെയ്യുന്നു. വയലൻസ് എന്ന് പറയുന്നതിലൂടെയുള്ള സമരമല്ല, നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു സമരമാണ് ഞാൻ ലക്ഷ്യം വെച്ചതെന്ന് ഗാന്ധി പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് സമരം എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, കുട്ടികൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ കർഷകർ, തൊഴിലാളികൾ, പിന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അഡ്വക്കേറ്റുകൾ, ഇവരെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അത് ചൗരി ചൗര എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് നിർത്തിയപ്പോൾ ജനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സമരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള പലരിലും ഭിന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. കുറച്ചുപേര് ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് ഗാന്ധിയെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നമുക്കറിയാം. ഇവിടെ നിന്നാണ് നമ്മുടെ ഭഗത് സിംഗിനെ പോലുള്ളവരൊക്കെ റവല്യൂഷണറീസ് ആയിട്ട് മാറുന്നതും ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ കൗൺസിൽ എൻട്രി എന്ന് പറയുന്ന, അതായത് നമ്മൾ ബോയ്ക്കോട്ടിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക, ബ്രിട്ടീഷുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ല എന്നുള്ളതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ, നോൺ കോഓപ്പറേഷൻ അല്ലേ അപ്പോൾ ഉദ്ദേശം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കൗൺസിൽ എൻട്രി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണ സഭകളിൽ നിന്നും, എക്സിക്യൂട്ടീവ് കാര്യനിർമ്മാണ സഭകളിൽ നിന്നും, ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥകളിൽ നിന്നും ഒക്കെ ഇന്ത്യക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ CR ദാസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും സമരം അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ചു കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ CR ദാസ്, മോട്ടിലാൽ നെഹ്റു, വിഠൽ ഭായ് പട്ടേൽ പോലെയുള്ള മുതിർന്ന ഏതാനും നേതാക്കന്മാർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ കയറി, അഡ്മിനിസ്ട്രേഷനിലൊക്കെ കയറി ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന നിയമങ്ങളെയൊക്കെ എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭരണഘടനാപരമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എതിർക്കാമെന്ന് തീരുമാനിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേൽ, വിഠൽ ഭായ് പട്ടേലിന്റെ അനിയനായിട്ടുള്ള വല്ലഭായ് പട്ടേൽ, മോട്ടിലാൽ നെഹ്റുവിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒക്കെ ഗാന്ധി എന്ന് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ തീരുമാനിച്ചിരുന്ന ആളുകളായിരുന്നു. സോ അവിടെ മറ്റൊരു പിളർപ്പിലേക്കുള്ള സാധ്യത വന്നു. ആ രീതിയിൽ ഫോം ചെയ്തൊരു സംഘടനയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ പിളർപ്പ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഗാന്ധി 1922 ജയിലിൽ പോയ ഗാന്ധി 24 റിലീസ് ചെയ്യുന്നു. അദ്ദേഹം ബെൽഗാവിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒറ്റവട്ടമേ ഗാന്ധി എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു സമ്മേളനം പ്രിസൈഡ് ചെയ്തിട്ടുള്ളൂ. അത് 1924 സമ്മേളനമാണ്. അങ്ങനെ ഗാന്ധി പ്രിസൈഡ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഈ പറയുന്ന സ്പ്ലിറ്റ്, രണ്ടാമതൊരു പിളർപ്പിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധയോടെ സമ്മേളനം നടക്കാണ് ഉണ്ടാവുന്നത്. 25 കാൺപൂരിൽ വെച്ച് സരോജിനി നായിഡു, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ വനിത അല്ലെ, പ്രിസൈഡ് ചെയ്യുന്നു. 29 ലാഹോർ സെഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നെഹ്റു ആണ് പ്രിസൈഡ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. 32 കറാച്ചി സെഷൻ പട്ടേലാണ് പ്രിസൈഡ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് റെസൊല്യൂഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നാഷണൽ എക്കണോമിക് പ്രോഗ്രാം ഒക്കെ അവിടെ വെച്ചിട്ടാണ് പാസ് ചെയ്യുന്നത്. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവെക്കുന്നത് ഈ പറഞ്ഞ കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ്. ഗാന്ധിയെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ്. 37 ഫൈസ്പൂർ സെഷനാണ് ഗ്രാമങ്ങളിൽ വെച്ച് നടന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. ഇനി 38 39 ഹരിപുര ത്രിപുരി സെഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. അത് സുഭാഷ് ചന്ദ്രബോസ് പ്രിസൈഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ്. ഹരിപുര സെഷനിൽ ബോസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നുണ്ടെങ്കിൽ 39 ത്രിപുരി സെഷനിൽ ബോസിന് ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിരുന്നത് ഗാന്ധി മുന്നോട്ട് വെച്ച പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന നേതാവായിരുന്നു. ഓക്കെ, പക്ഷെ ബോസിന് എന്ത് ചെയ്യുന്നു, വീണ്ടും പൂർവാധിക ശക്തിയോടെ ബോസ് റീഎലക്ട് ചെയ്യപ്പെടുന്നു. പക്ഷെ ഗാന്ധി ഇത് തന്റെ പരാജയമാണെന്ന് പറയുകയും ഗാന്ധി അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരൊക്കെ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ബോസ് എന്ത് ചെയ്യുന്നു, റിസൈൻ ചെയ്തു പോകുന്നു. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനം തുടങ്ങി അതിന്റെ നേതാവായിട്ട് വേറൊരു വഴിത്താരിൽ തന്നെ എന്ത് ചെയ്യുന്നു, സുഭാഷ് ചന്ദ്രബോസ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. 46 മീററ്റിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് മീററ്റിൽ വെച്ചിട്ടാണ്. JB കൃപലാനിയാണ് അത് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത്. 38 ഹരിപുര സെഷനിൽ വെച്ചിട്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം രൂപീകരിക്കുന്നുണ്ട്. നെഹ്റു ആണത് പ്രിസൈഡ് ചെയ്തത്. അത് എന്താണ്, ഇന്ന് കാണുന്ന നീതി ആയോഗിന്റെയും നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒക്കെ ഒരു പ്രീ കഴ്സർ ആണെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത ഒരു ടേബിളും കൂടെ കാണിച്ചു തരാനുണ്ട്. ഫോറിനേഴ്സ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫോറിനേഴ്സിന്റെ ആരൊക്കെയാണ് ഏതൊക്കെ സമ്മേളനത്തിലാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 പേരുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജോർജ് യൂൾ, വില്യം വെഡർബൺ, ആൽഫ്രഡ് വെബ്, സർ ഹെൻറി കോട്ടൺ ആൻഡ് ആനി ബെസന്റ്.
അപ്പോൾ ഇതിലെ ചോദ്യം നമ്പർ 1 ഇങ്ങനെയായിരിക്കും വരിക. ഏറ്റവും ആദ്യത്തെ ഫോറിനർ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള, ഇന്ത്യൻ INC പ്രസിഡന്റ് ആയിട്ടുള്ള, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഫോറിനർ ആരാന്ന് ചോദിക്കും. ആരാണ്? ജോർജ് യു. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫോറിനർ ആരാന്ന് ചോദിക്കും. ആരാണ്? വില്യം വെഡർബൺ. ഓക്കെ. ഏറ്റവും ആദ്യത്തെ INCയുടെ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കും. ആരാണ്? ആനി ബെസന്റ്. ലോർഡ് കേഴ്സനോട് പോലും മല്ലടിച്ചിട്ട് കേഴ്സന്റെ പല പോളിസീസിനെയും നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഫോറിനർ ആയിട്ടുള്ള INC പ്രസിഡന്റ് ആരാന്ന് ചോദിക്കും. സർ ഹെൻറി കോട്ടൺ, ലിബറൽ പാർട്ടിയുടെ MP ആയിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് MP ആയിട്ടുള്ള വ്യക്തിയാണ് 1904. അപ്പോൾ അവർ ഏതൊക്കെ സമ്മേളനത്തിലാണ് ഇരുന്നിരുന്നത്, ഏതൊക്കെ കൊല്ലത്താണ് ഇരുന്നിരുന്നതെന്നൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ നല്ലത്. അറ്റ്ലീസ്റ്റ് ഈ പേരെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോൺഗ്രസ് സെഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ഷീറ്റിനെ ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്തതിൽ നമുക്ക് പറ്റിയിട്ടുള്ള പാകപ്പിഴകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ അനാലിസിസ് ഇതിന് മുന്നുള്ള സെഷൻസിലൊക്കെ നിങ്ങൾ കണ്ടു കാണാനായിരിക്കും. ഞാൻ ഏത് സെഷനെയാണ് ഈസി എന്ന് വിളിക്കുന്നത്, ഏതിനെയാണ് മോഡറേറ്റ് എന്ന് വിളിക്കുന്നത്, ഏതിനാണ് ടഫ് എന്ന് വിളിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ്? ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന ചോദ്യമാണ്? ഈസി കാറ്റഗറിയാണ്. ഇത് തെറ്റിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇത് തെറ്റിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ചത് പോരാ. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ ഉത്തരം, അല്ലെങ്കിൽ ബേസിക് ബുക്സ് കവർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ചോദ്യം തെറ്റാൻ പാടുള്ളതല്ല. അപ്പൊ ഇത് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ആൻസർ ചെയ്തിരിക്കുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടാണ് അല്ലേ? നമ്മുടെ ആൻസർ എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വരാജ് വാസ് ദ ഗോൾ ഓഫ് ഇന്ത്യസ് പൊളിറ്റിക്കൽ എഫേർട്ട്. ദിസ് ഗോൾ വാസ് അനൗൺസ്ഡ് ബൈ ദാദാഭായ് നവറോജി അറ്റ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഞാൻ കണ്ടെത്തുന്ന രീതി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ ആദ്യം ലാഹോർ സെഷൻ 1885 എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. ഇനി കൽക്കട്ട സെഷൻ 1886 ഇതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് രണ്ടും ദാദാഭായ് നവറോജി പ്രിസൈഡ് ചെയ്തതാണെന്ന് എനിക്കറിയാം. കാരണം ഇത് രണ്ടാമത്തെ സമ്മേളനമാണ്. രണ്ടാമത്തെ സമ്മേളനം പ്രിസൈഡ് ചെയ്ത INC പ്രസിഡന്റ് പഠിച്ചു വെക്കണം അല്ലെ? ആദ്യത്തെ 3 സമ്മേളനങ്ങളെങ്കിലും ചുരുങ്ങിയത് ഓർത്തിരിക്കണം. WC ബാനർജി, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ ത്യാബ്ജി. അപ്പോൾ 86 ദാദാഭായ് നവറോജി ആണെന്ന് എനിക്കറിയാം. 906 സ്പ്ലിറ്റ് അവോയ്ഡ് ചെയ്യപ്പെട്ട സമ്മേളനം ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. രണ്ടും കൽക്കട്ടയെ വെച്ചിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സമ്മേളനമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ബിയും വെട്ടി. ഇപ്പോൾ 50-50 ആയി. ഈ 50-50 ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ യുക്തി അനുസരിച്ച് സെലക്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ തലയിൽ വരുന്ന എന്താണോ അത് എടുക്കുക. ആ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം നിർബന്ധമായിട്ടും. ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മളെടുത്ത ഓപ്ഷൻ ഏതാണ്? C ഓപ്ഷനാണ്. ആൻഡ് അതിന് ഞാൻ പറഞ്ഞ കാരണം എന്താണ്? സൂരറ്റ് സ്പ്ലിറ്റ് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സ്വദേശി പ്രസ്ഥാനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരിക്കും മേ ബി സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അത് എന്താണ്? ലോജിക്കലായിട്ടുള്ളൊരു ഗസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർ എന്തായിട്ട് വന്നു? കറക്റ്റായിട്ട് വന്നു. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സുഭാഷ് ചന്ദ്രബോസ് റീഎലക്ട് ചെയ്യപ്പെട്ടു. അപ്പം ഞാൻ ഇവിടെ ത്രിപുരി സെഷനാണ് 1939 ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെയാണ് തോൽപ്പിച്ചത്. ഗാന്ധിയുടെ കാൻഡിഡേറ്റ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഓപ്ഷൻസ് നോക്കി. എനിക്ക് ഗാന്ധിയുടെ കാൻഡിഡേറ്റ് ആരാണെന്നോ അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്നും അറിയില്ല. സുഭാഷ് ചന്ദ്രബോസ് 38 ഹരിപുരി സെഷനും 39 ത്രിപുരി സെഷനും പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ബേസിക് ഫാക്ട് ഇത് മാത്രമാണ്. ഗാന്ധിയെ തോൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന ആൾ നമ്മുടെ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പേരെന്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് നോക്കി. ലാൽ ബഹദൂർ ശാസ്ത്രി എനിക്ക് കേട്ടുപരിചയമുള്ള ആളാണ്. പട്ടാഭി സീതാരാമയ്യ ഞാൻ അത്ര കണ്ട് കേട്ടിട്ടില്ല. സ്റ്റിൽ എന്തൊക്കെയോ ഒരു മിന്നായം പോലെ എവിടെയോ കേട്ടിട്ടുള്ള ഒരു പേര് പോലെ തോന്നുന്നു. C വല്ലഭായ് പട്ടേൽ. ഓക്കെ, പട്ടേലിനെ ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ട്. S രാധാകൃഷ്ണനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കി. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് പഠിച്ചിരിക്കും. ഞാൻ പഠിച്ചിട്ടുള്ള റാങ്ക് ഫയലിലോ ഞാൻ കണ്ടിട്ടുള്ള ക്ലാസ്സുകളിലോ ഇതിനെപ്പറ്റി ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. അത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഓപ്ഷൻ C വെട്ടി. ലാൽ ബഹദൂർ ശാസ്ത്രി, S രാധാകൃഷ്ണൻ, ഇവർ രണ്ടുപേരെയും പറ്റി ഞാൻ പഠിച്ചത് സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലാണ്. അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ പറ്റിയിട്ടോ ലാൽ ബഹദൂർ ശാസ്ത്രി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ പറ്റിയിട്ടോ S രാധാകൃഷ്ണൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിരിക്കുന്നത് S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണെന്നും ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രബോസും ഈ പറഞ്ഞ വ്യക്തികളും തമ്മിലൊരു കൺഫ്രണ്ടേഷന്റെ ആവശ്യം വരുന്നില്ല എന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അങ്ങ് അസ്യൂം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓപ്ഷൻ ബിയുമായിട്ട് മുന്നോട്ട് പോയി. പട്ടാഭി സീതാരാമയ്യ. അത് എൻ്റെ ശരി ഉത്തരമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4
1885 ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത്? ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് രണ്ടുപേരെ കളയാം. ഈ രണ്ട് പേരിൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. OMR ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് രണ്ടും കാണുമ്പോഴേക്കും നേരെ പോയിട്ട് WC ബാനർജീനെ കുത്തും. ഫൗണ്ട് ചെയ്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൗണ്ട് ചെയ്തത് ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം. അപ്പോൾ അറിയാവുന്ന ചോദ്യം, സിമ്പിളായിട്ടുള്ള ചോദ്യം കയ്യിൽ നിന്ന് വെറുതെ കളയരുത്. 5ാമത്തെ ചോദ്യം, ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ആരാടാ? ഓമേഷ് ചന്ദ്ര ബാനർജി അല്ലേ? അതൊക്കെ ഈസി ആയിട്ട് മുന്നിലേക്ക് തരുന്ന ചോദ്യങ്ങളാണ്, ഇട്ട് തരുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ കയറി തന്നെ പിടിക്കണം. 6ാമത്തെ ചോദ്യം, ആരാണ് വൈസ്രോയ്? അപ്പൊ ഇതിൽ ഞാൻ ആദ്യം, ഇത് ഈസി ടു മോഡറേറ്റ് ആണ്. കാനിങ്ങിനെയും ലോറൻസിനെയും ഞാൻ വെട്ടി. റിപ്പൺ ആൻഡ് ഡഫ്രിൻ. റിപ്പണെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഡഫ്രിനെ പറ്റിയിട്ട് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല, ഞാൻ മറന്നുപോയി. റിവൈസ് ചെയ്യാത്തതിൻ്റെ എല്ലാ കുറവുകളും അല്ലെങ്കിൽ അതെൻ്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ലോർഡ് ഡഫ്രിൻ ആണ്. ഞാൻ എഴുതിയ ആൻസർ എന്താണ്? ലോർഡ് റിപ്പൺ ആണ്. അപ്പം എൻ്റെ അത് തെറ്റി. പക്ഷെ അതെനിക്ക് ശരിയാക്കാമായിരുന്നു. കാരണം ലോർഡ് ഡഫ്രിൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ആകെ പഠിക്കുന്ന ഒരു പോയിന്റ് ഇത് മാത്രമാണ്. ഏത് പോയിന്റ്? ലോർഡ് ഡഫ്രിൻ ആണ് കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ചെയർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ ഏതാണ്? അത് ബെൽഗാം സെഷനാണ്, ഉറപ്പാണ്. ഈ INC സമ്മേളനങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന സമ്മേളനങ്ങളാണ് അല്ലേ? ഗാന്ധി പ്രിസൈഡ് ചെയ്ത സമ്മേളനം ഏത്? ഏറ്റവും ആദ്യത്തെ വനിത പ്രിസൈഡ് ചെയ്ത സമ്മേളനം ഏത്? ആ വനിത ആര്? ഇന്ത്യൻ വനിത ആര്? സമ്മേളനം ഏത്? വർഷം ഏത്? സ്ഥലം ഏത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കേസിൽ ഏതാണ് വരുന്നത്? ബെൽഗാവും. ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്തേ പറ്റൂ. ഇനി ഗ്രാമങ്ങളിൽ നടന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഏതാണെന്ന്, ഫൈസ്പൂരാണെന്ന്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഇത് പഠിച്ചാൽ ഒരു പടി കൂടെ കൃത്യമായിട്ട് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പഠിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ അതിനെ ഗുഡ് ലീവ് ആയിട്ട് കൺസിഡർ ചെയ്ത് വിട്ടു. 9ാമത്തെ ചോദ്യം, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രിസൈഡ് ചെയ്യപ്പെടാത്ത വ്യക്തി? അല്ലെങ്കിൽ നമുക്കറിയാം ദാദാഭായ് നവറോജിനെ പറ്റി ഞാൻ ഓൾറെഡി പഠിച്ചു. നമുക്കറിയാം അദ്ദേഹം സമ്മേളനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്. സരോജിനി നായിഡു പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രനാഥ് ബാനർജി ഒരു കോൺഗ്രസ് നേതാവാണെന്ന് എനിക്കറിയാം, പക്ഷെ അദ്ദേഹം പ്രിസൈഡ് ചെയ്തിട്ടുള്ള സമ്മേളനങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ അംബേദ്കറും കോൺഗ്രസും തമ്മിൽ യാതൊരു കാരണവശാലും ചേർച്ചയിലല്ല. ഒരു കാലങ്ങളായിട്ട് കോൺഗ്രസ് അംബേദ്കർ തമ്മിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അംബേദ്കർ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, INC പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെ ഈസി ആയി കൺസിഡർ ചെയ്തുകൊണ്ട് അംബേദ്കറിനെ ആൻസർ ആക്കി ചൂസ് ചെയ്തു. ഓക്കെ, 10ാമത്തെ ചോദ്യം, which of the following Indian National Congress sessions was the national anthem sung for the first time? ഇപ്പോൾ ഞാൻ നോക്കി, എനിക്കറിയാം സൂരറ്റ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സൂരറ്റ് സ്പ്ലിറ്റ് നടന്നത്. ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലക്നൗ പാക്ട് ഒപ്പുവെച്ചത്. 1917 ആനി ബസന്റ് ഏറ്റവും ആദ്യത്തെ INCയുടെ വനിതാ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഈ 3 സമ്മേളനങ്ങളിൽ നാഷണൽ ആന്തം ചൊല്ലിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാനത് പഠിച്ചിരിക്കും. കാരണം ബാക്കി എല്ലാ പോയിന്റും ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഞാൻ അധികം പഠിക്കാത്ത ഒരു സമ്മേളനം. അതേതാണ്? 1911 സമ്മേളനം. അപ്പോൾ ഞാൻ ആൻസർ A ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഞാൻ 8 ക്വസ്റ്റ്യൻ ശരിയാക്കി, 1 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, 1 ക്വസ്റ്റ്യൻ വിട്ടു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു എന്ന് വേണം കൺസിഡർ ചെയ്യാനായിട്ട് അല്ലേ? INC സമ്മേളനങ്ങളെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം വളരെ ഈസിയാണ്. ഇതൊരു ഈസി എക്സാം ആണെന്ന് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഇപ്പം ചുരുങ്ങിയത് ഇതിൽ നിങ്ങൾക്ക് ഒരു 6 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റും. 8 എന്നുള്ളത് ഞാൻ കുറച്ച് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ നിന്നും എനിക്ക് കിട്ടിയ മാർക്കാണ് 8 എന്നുള്ളത് നിങ്ങൾ കൂട്ടിക്കോ. പക്ഷേ ഒരു 6 മാർക്കൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പുട്ടുപോലെ വാങ്ങിക്കാം. നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ 10ൽ 10 ചോദ്യം വാങ്ങിക്കാൻ പറ്റുന്ന, മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണിത്. എല്ലാ പരീക്ഷയും ഇങ്ങനെയാണോ നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധമില്ല കേട്ടോ. INC സെഷൻ തന്നെ കട്ടിയുള്ളൊരു ചോദ്യ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് ഇങ്ങനെയും എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെയും പരീക്ഷകളുണ്ട് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിനെ ഒരു പരീക്ഷാ രൂപത്തിലാക്കി മാറ്റുന്നു. ആ പരീക്ഷയെ എങ്ങനെ സമീപിക്കണം, ആ ടോപ്പിക്കിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എങ്ങനെ സമീപിക്കണം എന്നുള്ളത് നമ്മൾ ടൈമർ ഇട്ടുകൊണ്ട് എക്സാം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആ എക്സാം ചെയ്തതിൽ നമുക്ക് പറ്റിയ പാകപ്പിഴകളെ ടോപ്പിക് റിവൈസ് ചെയ്യുന്നതിന്റെ ഇൻസൈറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്നു. അപ്പൊ ഈ രീതിയിൽ ഈ ഒരു സീരീസിനെ മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ സീരീസിൽ നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് പഠിക്കണം, അറിയണം എന്ന് ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന കമൻറ്റുകൾ, നിങ്ങൾ തരുന്ന ഈ പറയുന്ന മോട്ടിവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ചെറിയ കമൻറ്റ് മതി, നമുക്കത് മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടാനും പുതിയ കണ്ടന്റുകൾ തരാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്കും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കും വേണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ NTPC